ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിൽ രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിക്കാൻ ഇഡി. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകും. 37 പ്രതികൾ ഉള്ള കേസിൽ ഇതുവരെ കമ്പനി ഉടമ കെ.ഡി. പ്രതാപൻ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, അന്വേഷണം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക്, അതായത് കൂടുതൽ പ്രതികളുടെ അറസ്റ്റിലേക്ക് ഉണ്ടാകും. നിലവിൽ 37 പ്രതികളുള്ള കേസിൽ ഇതുവരെ കമ്പനി ഉടമ കെ.ഡി. പ്രതാപനെ മാത്രമേ ഇ.ഡി. അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റു നടപടികളടക്കം, അതായത് കൂടുതൽ പേര് ചോദ്യം ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതിൽ കൂടുതൽ അറസ്റ്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കേസിലെ മറ്റ് പ്രതികളായ സീന പ്രതാപൻ, അതായത് കെ.ഡി. പ്രതാപന്റെ ഭാര്യയാണ് സീന പ്രതാപൻ, അതോടൊപ്പം തന്നെ ജിനിൽ, റിയാസ, ദിനുരാജ, ലക്ഷ്മണൻ, ദിലീപ്, കനകരാജ്, സുരേഷ് ബാബു, പ്രശാന്ത് നായർ, ഇങ്ങനെ തുടങ്ങിയ കൂടുതൽ പ്രതികളുണ്ട്. ഇവരെ ചോദ്യം ചെയ്യാനായിട്ടാണ് ഇ.ഡി. പോകുന്നത്. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഈ ചോദ്യം ചെയ്യലനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിലൊരു പ്രധാനമായ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്, പ്രതികൾ തട്ടിപ്പ് നടത്തുക എന്ന ഉദ്ദേശമാണ് ഇതിൽ ഉണ്ടായത്. ആ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഹൈറിച്ച് തുടങ്ങിയതെന്നാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് മറ്റൊന്നും തന്നെ, അതായത് ബിസിനസ് വർദ്ധിപ്പിക്കുക, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പറയുന്നുണ്ട്. നേരത്തെയും പല ഈ വോയിസ് വാട്സപ്പ് മെസ്സേജുകളെല്ലാം വന്നിരുന്നു, ബിസിനസ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ. അതൊന്നും ആയിരുന്നില്ല, തട്ടിപ്പ് നടത്തുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഇതെല്ലാം തന്നെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാന പ്രതികൾ 1000 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയതായും ഇ.ഡി. പറയുന്നു. ഏറ്റവും ഗുരുതരമായ ഒരു പരാമർശങ്ങൾ തന്നെയാണ് ഇതിൽ. നേരത്തെ ഇത് സംബന്ധിച്ച ഈ പണം കടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള നേരത്തെയും കണ്ടെത്തലുണ്ടായിരുന്നു. അത് ഏത് രീതിയിലാണ് ഇവിടേക്ക് പുറത്തേക്ക് എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടന്നിരുന്നു. അത് എങ്ങനെയാണ് എന്നത് പറയുന്നില്ല. പക്ഷെ കൂടുതൽ പണം ഇവിടെ നിന്ന് 1000 കോടിയിലധികം രൂപ ഇവിടേക്ക് കടത്തിയതായിട്ട് തന്നെയാണ് ഇ.ഡി. നടന്നിട്ടുള്ളത്. കമ്പനിയിലൂടെ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലല്ല, പക്ഷെ കൃത്യമായ ആളുകളെ തട്ടിച്ച് ഇവിടെ നിന്ന് പണം കടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇ.ഡി. കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടത്തിയിരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റും ഉടനടി ഇ.ഡി. രേഖപ്പെടുത്തുകയും ചെയ്യും. അഭിലാഷ്, വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്.